ഹായ് എവരിവൺ, ബിഹൈവ് തന്നെ ഒരുക്കുന്ന ബിടെക് സ്റ്റുഡൻസിനായിട്ടുള്ള എഞ്ചിനീയറിംഗ് ക്ലാസ്സസ് ആണ് ബിടെക്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെക്കൻഡ് സെമസ്റ്ററിൽ കോമൺ ആയിട്ട് വരുന്ന, അതായത് ഗ്രൂപ്പ് എക്കാർക്കും ബിക്കാർക്കും ഒക്കെ കോമൺ ആയിട്ട് വരുന്ന ഫൗണ്ടേഷൻസ് ഓഫ് കമ്പ്യൂട്ടിംഗ് ഫ്രം ഹാർഡ്വെയർ എസെൻഷ്യൽ ടു വെബ് ഡിസൈൻ. ഈ ഒരു മൊഡ്യൂളാണ്, ഈ ഒരു സബ്ജക്റ്റ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ അതിൽ നിങ്ങൾക്ക് അറിയാം 40 മാർക്സിന്റെ എക്സാം ആണ്, ഇന്റേണൽ 60s അതുപോലെ തന്നെ എക്സാം ഹവർ, തിയറി ടൈപ്പ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഇതിന് 3 ക്രെഡിറ്റ്സ് ആണ് ഉള്ളത്. ഓക്കെ, അപ്പൊ ഈ ഒരു ലെസൺ അല്ലെങ്കിൽ ഈ ഒരു സബ്ജക്ട് പഠിക്കുന്നതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു IT ഇൻഫ്രാസ്ട്രക്ചറിലോട്ടുള്ള ഒരു ബിൽഡിംഗ് ബ്ലോക്ക് ആണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടിംഗ് സിസ്റ്റം, പെരിഫറൽ ഡിവൈസ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, നെറ്റ്വർക്കിംഗ്, ഇങ്ങനെ എസെൻഷ്യൽ ആയിട്ട് നമുക്ക് മനസ്സിലാക്കുന്ന കുറെ ബേസിക് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സബ്ജക്റ്റിൽ പഠിക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മുടെ ലേണേഴ്സിൽ പഠിക്കുന്ന നിങ്ങൾ ഡെവലപ്പിംഗ് ആൻഡ് ഡിപ്ലോയിങ് സിമ്പിൾ ആൻഡ് ഡൈനാമിക് വെബ്സൈറ്റ്സും ഇതിൽ പറയുന്നുണ്ട്. സോ ഇതിന്റെ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിരിക്കുന്ന CPU, മെമ്മറി, റാം ഇതുപോലുള്ള ഡിവൈസുകളെ പറ്റിയിട്ടും കമ്പ്യൂട്ടർ പെരിഫറൽസിനെ പറ്റിയിട്ടും ബൂട്ടിംഗ് ഇതൊക്കെയാണ് പഠിക്കുന്നത്. കംപ്ലീറ്റ് തിയറി ആണ് ഇതിലുള്ളത്. ഇനി സെക്കൻഡ് ലെസൺ വരെയാണെങ്കിൽ ബൈനറി റെപ്രസെന്റേഷനെ പറ്റിയും ആസ്കി, യൂണിക്കോഡ്, CPU ആർക്കിടെക്ചർ, ഇൻസ്ട്രക്ഷൻ സെറ്റ് ഇതിനൊക്കെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. തേർഡ് മൊഡ്യൂളിലോട്ട് വരുമ്പോൾ നമ്മൾ നെറ്റ്വർക്കിങ്ങിലാണ് കുറച്ചും കൂടി ഫോക്കസ് ചെയ്യുന്നത്. അതായത് ലിനക്സ്, ഷെൽ സ്ക്രിപ്റ്റിംഗ്, അതുപോലെ തന്നെ ലാൻഡ് മാൻ, കമ്പ്യൂട്ടർ കണക്ഷൻസ്, നെറ്റ്വർക്ക് സെക്യൂരിറ്റീസ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിക്കും. ഇനി നമ്മുടെ ഫോർത്ത് മൊഡ്യൂളിലോട്ട് വരുമ്പോൾ വെബ് ഡിസൈനിങ് ആണ്. ബേസിക്സ് ഓഫ് HTML, CSS ആൻഡ് ജാവാസ്ക്രിപ്റ്റ് ആണ് പഠിക്കുന്നത്. സോ അതിൽ HTML-ഉം XHTML-ഉം എന്തൊക്കെയാണ് കണക്ഷൻസ്, അതുപോലെ തന്നെ CSS-നും ജാവാസ്ക്രിപ്റ്റിനെ പറ്റിയിട്ട് നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പൊ അറ്റൻഡൻസിന് 5, അസൈൻമെന്റ് ഓർ മിനി പ്രോജക്ട് 15, ഇന്റേണൽ എക്സാം 10, ഇന്റേണൽ എക്സാം 2 is also 10, and for the final exam it is on 40. സോറി, നമ്മുടെ കണ്ടിന്യൂസ് ഇവാലുവേഷൻ ആണ് 40-ലുള്ളത്. അതുപോലെ തന്നെ എൻഡ് സെമസ്റ്റർ എക്സാം നിങ്ങൾക്ക് 60 മാർക്കിലാണുള്ളത്. അതിൽ 2 ക്വസ്റ്റ്യൻസ് ഫ്രം ഈച്ച് മൊഡ്യൂൾ വരും. ഓക്കെ, 2 ക്വസ്റ്റ്യൻ ആണ് ഒരു മൊഡ്യൂളിൽ നിന്ന് വരുന്നത് പാർട്ട് എയിൽ. അതുപോലെ തന്നെ ടോട്ടൽ ഓഫ് 8 ക്വസ്റ്റ്യൻസ് ക്യാരി ഈച്ച് 3 മാർക്ക്. ഇന്ന് 2 ക്വസ്റ്റ്യൻസ് വീതം. അതുപോലെ തന്നെ എത്ര മൊഡ്യൂൾസ് ഉണ്ട്? നമുക്ക് 4 മൊഡ്യൂൾസ്, അപ്പൊ 8 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഈ 8 ക്വസ്റ്റ്യൻസിന് 8 into 3 ദാറ്റ് ഇസ് 24 മാർക്സ് ആണ് ഉള്ളത്. അതുപോലെ തന്നെ എല്ലാത്തിലും ഒരു 9 മാർക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതിൽ 2 ക്വസ്റ്റ്യൻസ് വിൽ ബി given from each module, out of which one should be answer. Each question has a maximum of 3 divisions വരെ ഉണ്ടാകാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ കോഴ്സ് ഔട്ട്കംസ്. നമ്മൾ ഫസ്റ്റ് IT എൻവയോൺമെന്റ്, ഫണ്ടമെന്റൽ കോമ്പോണൻസ് പഠിക്കും. പിന്നെ ഡേറ്റ റെപ്രസെന്റേഷൻ, കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ പഠിക്കും. അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, നെറ്റ്വർക്ക് ആർക്കിടെക്ചർ പഠിക്കും. അതുപോലെ ഒരു സിമ്പിൾ വെബ് പേജിന്റെ ഒരു വാലിഡേഷൻ, ഇൻപുട്ട് വാലിഡേഷനും പഠിക്കും. ഓക്കെ, ഇതാണ് നമ്മുടെ COPO മാപ്പിംഗ് ടേബിൾ. അതുപോലെ തന്നെ നിങ്ങൾക്ക് റെഫർ ചെയ്യാനായിട്ടുള്ള ടെക്സ്റ്റ് ബുക്സ്, ഈ ഒരു ടെക്സ്റ്റ് ബുക്സ് ആണ് ഓരോന്നിനായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിലോട്ട് കിടക്കാം.